ഇന്ന് എൻ്റെ കുഞ്ഞിനൊരു ചായ പോലും കൊടുത്തില്ല സാറേ, ഒരു പൈസ എടുക്കാനില്ല. പരവൂർ കലക്കോട് പട്ടാമ്പിയിൽ 18-ാം വാർഡിൽ ലേഖാഭവൻ ഇതെല്ലാം വാർത്ത പുറത്തെത്തിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ കാണുന്ന കാഴ്ച 2:30 മണിയായി, ഇതുവരെ അവർ ചായ പോലും കുടിച്ചിട്ടില്ല. ഈ ഒരു വാർത്ത പ്രിയപ്പെട്ട നമ്മുടെ ഭരണാധികാരികളൊക്കെ ശ്രദ്ധിക്കുക, 2 ജീവികളോട് ഉണ്ട്. എന്തായാലും ഞങ്ങൾ അവരെ പട്ടിണിക്കിട്ട് പോകത്തില്ല, ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ പോവുള്ളൂ. പാലുണ്ട്, ചായക്കിട്ട് പോയി കേട്ടോ. നമ്മളൊക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ വാർത്ത കൊടുക്കാം. വാർത്ത ഞാൻ വരാതിരിക്കുന്നു കേട്ടോ. പേടിക്കാണ്ട്, വെള്ളമൊക്കെ ശരിയാക്കാം. നമസ്കാരം. ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം വേണ്ടത് ജലം, ആഹാരം, വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അത് ബേസിക്സ് നീഡ്സ് അതൊക്കെയാണ്. അതുപോലും ലഭിക്കാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പരവൂർ കലക്കോട് പട്ടാമ്പി 18-ാം വാർഡിൽ ലേഖാഭവനിലാണ്. ഈ ലേഖാഭവനിലെ ലേഖ എന്ന് പറഞ്ഞ 31 വയസ്സുള്ള ചേച്ചി ജന്മന ഡിസേബിളാണ്, നടക്കാൻ കഴിയില്ല, ഇഴഞ്ഞിഴഞ്ഞാണ് ജീവിക്കുന്നത്. ആകെക്കൂട്ടിന് അമ്മ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ആൺതുണ ആരുമില്ല, ഭർത്താവില്ല, ആരുമില്ല, 2 പേരും മാത്രമേ ഇവിടെ ഉള്ളൂ. ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മയ്ക്ക് ജോലിക്ക് പോകാനും നിവൃത്തിയില്ല. അവിടെ ഇപ്പോഴത്തെ ആവശ്യം അവർക്ക് വെള്ളം വേണം. ഡെയിലി 350 രൂപയ്ക്ക് വെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളെത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു പക്ഷേ വീടിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ആവശ്യത്തിനോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ എത്തിയത്. പക്ഷേ എത്തിയപ്പോഴാണ് അറിയുന്നത് അവരുടെ ആവശ്യം വളരെ വളരെ ചെറിയൊരു ആവശ്യമാണ്. ഒരു പൈപ്പ് ലൈനെങ്കിലും ഈ പഞ്ചായത്ത് അവർക്ക് സ്ഥാപിച്ചു കൊടുക്കണം. വെള്ളമില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആയക്കുടി പ്രശസ്തനാണ്. മഴയുള്ളപ്പോൾ മഴവെള്ളം ശേഖരിച്ചായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ മഴയില്ല, ജലം കിട്ടാനില്ല. 350 രൂപ കൊടുത്ത് ജലം വാങ്ങാൻ അവർക്ക് നിവൃത്തിയുമില്ല. അമ്മ, എന്താണ് വെള്ളം കിട്ടാത്ത കാര്യം? എന്നാണ് വെള്ളം കിട്ടാത്ത സാറേ, ഞാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ പറഞ്ഞ് നമ്പറെ കാണാൻ പറഞ്ഞു. നമ്പറെ കണ്ടപ്പോൾ നമ്പർ പറയുന്നത് പഞ്ചായത്തിൽ ചെല്ലാൻ. അവിടെ 2 ചെന്നപ്പോൾ നമ്പർ ഇപ്പോൾ അവസാനം ലാസ്റ്റ് പറയുന്നത് വീട് പൈപ്പ് ഇടാൻ ആളില്ല, റോഡ് പൈപ്പ് ഇടാനേ ആളുള്ളെന്നാണ് അവർ പറയുന്നത്. പഞ്ചായത്തിലും അറിയാം, നമ്പർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അറിയാം. എൻ്റെ കാല് ഞാൻ എൻ്റെ മോളെ ഒന്ന് പിടിച്ചോണ്ട് പോയപ്പോഴാണ് ബിഹാറിൽ അത് നമ്മളെ പഞ്ചായത്തിലെ പ്രസിഡൻ്റാണ് എന്നെ അവിടെ കൊണ്ടുപോയത്. ഒന്നും പറ്റൂല, ജോലിയില്ല, അല്ലെങ്കിൽ എൻ്റെ മോളെ ഇട്ടിട്ട് എനിക്ക് പോകാൻ പറ്റൂല. ഇപ്പോഴത്തെ കാലമല്ലേ. ഞാനങ്ങനെ ഞങ്ങൾ നല്ല അന്നദാനം മേടിച്ചോണ്ട് വന്ന് ഞാൻ ഈ കാലും വെച്ചോണ്ട് പോയി. കുഞ്ഞിനും കൊടുത്ത് ഞാനും കഴിച്ച്. ഒന്നും കഴിച്ചില്ല സാറേ, ഇത്ര നേരമായിട്ട്. ഞങ്ങളെ അവസ്ഥ കാണാൻ ആരുമില്ല. ഞങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം എനിക്ക് വെള്ളമാണ് വേണ്ടത്. എൻ്റെ മോക്ക് വെള്ളമാണ് വേണ്ടത്. പൊട്ടുന്നതിനിടുന്ന മരുന്ന് കലക്കോട്ട് ഇല്ല. ഒരു ദിവസം കുളിക്കും, പിന്നെ ഒരാഴ്ച കുളിക്കില്ല. അല്ലെങ്കിൽ ഒരു നമ്പർ പറയുന്നത് ഇപ്പം പൈപ്പ് ഇടണമെങ്കിൽ ഞങ്ങൾ 20,000 രൂപ മുടക്കണമെന്ന്. 20,000 രൂപ പോയിട്ട് 20 പൈസ ഞങ്ങൾ എടുക്കാനില്ല സാറേ. പെൻഷൻ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് 1,300 രൂപയേ ഉള്ളൂ. 1,600 രൂപ. എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇപ്പം ഞാൻ വാർത്താസഭ വിളിക്കാൻ വന്നതാണ്. അപ്പം അപ്പുറത്തവരും ചോദിച്ച് പൈപ്പിൻ്റെ അപ്പം അങ്ങനത്തെ അവരുടെ അടുത്ത് വയലൻ്റ് ആയിട്ട് പോയി. ഡോക്ടറെ അടുത്ത് വന്നതും നമ്പറും കൂടെ വന്നാണ് നമ്മൾ ഈ നോട്ടക്കൂലിക്ക് എഴുതി കൊടുത്തത്. ഇപ്പം ചോദിച്ചാൽ പറയണം അവർക്ക് പണ്ടില്ലാത്തതുകൊണ്ട് അവർ നിർത്തി വെച്ചിരിക്കുന്ന നമ്പർ പറയുന്നത്. കുഴപ്പമൊന്നും അവർ ചോദിക്കണം എന്തൊരു കുഴപ്പമെന്ന് കുട്ടിക്ക്. ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വാശിയും, ഞങ്ങൾ ഇനി എന്തെങ്കിലും മേടിച്ചിട്ടൊന്നും മരിക്കാനേ പറ്റും സാറേ. ഇവിടെ ഉള്ളവരെല്ലാം പാവങ്ങളാണ്, അന്നന്ന് ജോലി ചെയ്യുന്നവരാ. അവർക്കൊന്നും തരാനൊന്നുമില്ല. അമ്മ അന്നദാനമൊക്കെ കൊണ്ടുവരും, കല്യാണത്തിന് പോകും. എനിക്കിപ്പോ വേണ്ടത് വെള്ളം മാത്രം മതി. വെള്ളം നമുക്ക് വാർത്ത ചെയ്യാം. അതിന് വേണ്ടിയിട്ടാ വിളിച്ചത്. പുറത്ത് നമ്മൾ 2 അറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഇത് 18-ാം വാർഡിലെ മെമ്പർ ഷാജി അല്ലേ മെമ്പറെ? ഞാൻ വിസ്മയ ചാനലിന്റെ സീനിയർ റിപ്പോർട്ടറാണ് ശ്രീജിത്ത് മാല. ഞാനിപ്പോൾ അവർ വിളിച്ചതനുസരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് അവർ ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. 2:30 മണി വരെ അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. അവരുടെ അവസ്ഥ വളരെ ഭീകരമാണ്. കുടിവെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല. മെമ്പറെ, ഈ വെള്ളത്തിന്റെ കാര്യം അവർ അറിയാലോ, അവരുടെ അവസ്ഥ അറിയാലോ. വെള്ളത്തിന്റെ കാര്യം ഞാൻ അവരുടെ പറഞ്ഞതാണ്. പിന്നെ ജലീയ മിഷന്റെ അവര് വന്നാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. അവര് വാട്ടർ കൊടുക്കേണ്ട ഇതല്ലേ. ഇങ്ങനെയുള്ള 2 മനുഷ്യജീവികൾ ഈ വീടിനകത്ത് ജീവിക്കുന്നുണ്ടെന്ന് പുറം ലോകത്തെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് മെമ്പർമാരെയും ഭരണ സംവിധാനത്തെയും അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്തത്.
അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ നമ്മളെ വിളിച്ചു വരുത്തിയത്. തലക്കറക്കം വന്നിട്ട് എൻ്റെ കൊച്ചിനെ നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കാൻ എനിക്കൊന്നും വർത്തിയില്ല. അല്ലെങ്കിൽ നമ്മളൊരു ആട്ടയിൽ പോകുമ്പം ചിലവർ നമ്മളതിൽ മുതലെടുക്കും, പിടിക്കുന്ന കൂട്ടത്തിൽ മുതലെടുക്കും. ചോദിക്കുമ്പോൾ അവർ പറയും അത് തൈ തട്ടിയത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു പോകും. ഏതായാലും കഴിവുള്ളവരൊക്കെ സഹായിക്കുക. ജോയിൻ്റ് അക്കൗണ്ടാണ്. ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ സ്റ്റോറിയിൽ ആഡ് ചെയ്യാം, കോൺടാക്ട് നമ്പറും ആഡ് ചെയ്യാം. ഗൂഗിൾ പേ അവർക്കില്ല. തൽക്കാലം ലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആരോ കൊടുത്തിട്ട് ചെറിയ മൊബൈൽ മാത്രമേ ഉള്ളൂ. ഗൂഗിൾ പേ ഒന്നുമില്ല. അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഞാൻ ആഡ് ചെയ്യാം. ഇസ്മേസിന് വേണ്ടി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീതുമാരാർ സൈനിങ് ഓഫ്.